ഹലോ എവരിവൺ. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? കാണാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 5th ചാപ്റ്റർ വരെ നമ്മൾ ഏകദേശം കഴിഞ്ഞു. 4th ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ആയി. 5th നമ്മൾ തുടങ്ങി. ഓക്കെ. കോൺസെപ്റ്റ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ തന്നെ ഇപ്പൊ ഇതെന്റെ കോമൺ ബാത്റൂം, കോമൺ കിച്ചൺ, കോമൺ അങ്ങനെയുള്ള രീതിയിൽ കോമൺ വെച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ? പൊതുവായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോമൺ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നതും ആ ഒരു രീതിയിൽ, ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതും ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെയൊക്കെ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. With the rapid economic growth all over the world, there is massive attraction to the natural resources. This extraction is leading to the fast depletion to these resources, the need to conserve these resources, and for this is international community is working towards its conservation and also for the well-being of not only the present generations but also for the sustainability of future generation. Earlier, the global commons were safe from human encouragement, but with the advancement of science and technology, and demand for these resources has increased, which has led to increase the various activities such as fisheries, scientific research, laying of submarine labs, etc. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മൾ നല്ല രീതിയിൽ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്തരീക്ഷം, അതുപോലെ തന്നെ വാട്ടർ, സമുദ്രം, ഇതൊക്കെ നമുക്ക് പൊതുവായിട്ടുള്ള ഒന്നാണ് അല്ലെ? എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒന്നാണ്. അന്തരീക്ഷത്തിൽ ഒന്നും നമുക്ക് ഈ രാജ്യക്കാർക്ക് ഇത്ര അന്തരീക്ഷം, മറ്റു രാജ്യക്കാർക്ക് ഇത്ര അന്തരീക്ഷം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് വായുവിന്റെ കാര്യവും. കാറ്റിലൂടെയും അതുപോലെ തന്നെ മറ്റു പല പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വായു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഒരു രാജ്യത്തിന്റെ വായു അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ താപനില അല്ലെങ്കിൽ ആ ഒരു വായുവിനെ അവിടെ മാത്രം പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തില് പൊതുവായിട്ടുള്ള ചില കോൺസെപ്റ്റ്സുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏതൊക്കെയാണ് ഗ്ലോബൽ കോമൺസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് സമുദ്രം അല്ലെ? നമുക്ക് ഇന്ത്യൻ കടല് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അല്ല അതല്ലേ? അപ്പൊ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ചേർന്ന് കിടക്കുന്നുവെങ്കിലും ഇന്ത്യ നിക്ഷേപിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ചില മലിനീകരണ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ മാത്രം അതിന് കാരണക്കാരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഓരോ സമുദ്രത്തിനും ഓരോ പേര് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ സമുദ്രങ്ങളും വളരെയധികം ഒന്നിച്ച് കൂടിച്ചേർന്നാണ് കിടക്കുന്നത് അല്ലെ? ഒരിക്കലും ഈ സമുദ്രങ്ങളും ഡിഫറെന്റ് ആയിട്ട് തിരിച്ചല്ല കിടക്കുന്നത്, എല്ലാം ഒന്നിച്ചു ചേർന്നാണ് കിടക്കുന്നത്. അപ്പൊ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ആളുകൾ വേസ്റ്റ് കൊണ്ടുപോയി നമ്മുടെ സമുദ്രത്തിൽ തള്ളുവാണെങ്കിൽ അതിന്റെ ബാഡ് എഫക്ട്സ് എല്ലാ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാ കോണ്ടിനെന്റ്സും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇനി കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. Let us understand the concept of commons in order to study about the concept of global commons in particular context of resources. Let us now see what the term commons means. Commons, the two different approaches in the context of resources as explained by Susan J. Buck in her book The Global Commons and Introduction are. അപ്പം ഈ സൂസൻ ആണ് ഈ ഒരു ദ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് അവരുടെ ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഗ്ലോബൽ കോമൺസ് എന്താണെന്നുള്ളതിന്. Two attributes of resources exclusion and subtractability and concepts of resources, resource dominance and property rights. അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ഈ ഗ്ലോബൽ കോമൺസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ആശയങ്ങളാണ്. ടു ആട്രിബ്യൂട്ട്സ് ഓഫ് റിസോഴ്സസ് എക്സ്ക്ലൂഷൻ ആൻഡ് സബ്സ്ട്രാക്റ്റബിലിറ്റി ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് റിസോഴ്സസ്, റിസോഴ്സ് ഡൊമൈൻസ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. ഈ ടു ആട്രിബ്യൂട്ട്സ് ഓഫ് റിസോഴ്സസ് എക്സ്ക്ലൂഷൻ ആൻഡ് സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്.
The process of exclusion include the possibility of excluding others from using any resources and structurability resources and extent to which use of the resource by one dominance and the amount left for the others. The common pool resources are the ones which are high in subtractability but low in exclusion. To understand, let us take an example of resources found in the village forest, which are common pool resources. The villagers are entitled to collect fruits to a limited amount and hence the exclusion is low. But the fruits are collected by one villager. Those are no longer available for other villagers, which means these are highly subtractable. Hence, in the case, the village forest is the commons. അപ്പോൾ നമ്മൾ വില്ലേജ് കോമൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. പൊതുവായിട്ടുള്ള എന്ന അർത്ഥത്തിലാണ് നമ്മൾ കോമൺസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണവും കൂടെ പറയാം. നമുക്ക് വില്ലേജിലെ വില്ലേജുകളിലെ വനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വില്ലേജുകളുണ്ട് അല്ലെ, ഗ്രാമപ്രദേശങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ ആളുകൾ വില്ലേജിലെ ആളുകൾ ഈ ഒരു വനപ്രദേശങ്ങളിൽ പോയിട്ട് വനവിഭവങ്ങൾ ശേഖരിച്ചും അല്ലെങ്കിൽ വിറക് ശേഖരിച്ചും ഒക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരു ഗ്രാമീണൻ മാത്രം അല്ലെങ്കിൽ ഒരാൾ മാത്രം ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ വനവിഭവങ്ങളും ശേഖരിച്ച് എല്ലാ വിറകുകളും ശേഖരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രാമത്തിലെ ആളുകൾക്കൊന്നും കിട്ടുകയില്ല അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വനമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ വനത്തിന്റെ അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ടെങ്കിൽ പോലും ഒരാൾ മാത്രം അത് അമിതമായിട്ട് ഉപയോഗിക്കുകയും അമിതമായിട്ട് അതിന്റെ ലാഭം കൊയ്യുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവര് മുഴുപട്ടിണി അല്ലെങ്കിൽ നിർദ്ധരായിട്ട് തീരുന്ന ഒരു സന്ദർഭം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു സമുദ്രത്തിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുമൊക്കെ ഒരാൾ മാത്രം കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യക്കാരോ അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിലുള്ള ആളുകളോ കൂടുതൽ മലിനീകരണമൊക്കെ നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഏഷ്യയിലുള്ള ആളുകൾ കൂടുതൽ നടത്തുകയാണെങ്കിൽ, ഏഷ്യൻ കോണ്ടിനെന്റിലുള്ള ആളുകൾ കൂടുതൽ നടത്തുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലും കോണ്ടിനെന്റ്സ് തമ്മിലുമുള്ള ഒരു സൗഹൃദം നിലനിർത്താനായിട്ട് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തില് മലിനീകരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി റിസോഴ്സ് ഡൊമിനൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. The resource refers to the something which is used to meet the needs of any living being, and the natural resources are the resources which are directly produced from the nature for use, like air, water, wood, natural gas and oil, iron and coal and others. The resources are obtained from the fixed spatial dimensions known as resource dominance. Example, fish is found in the ocean resource domain. Now the commons refer to the resource domains where common pool resources are found. These resources can be small like the village pond for fishing, for sustainability large like an oceans or the solar system. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു നദിയിലെ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ മത്സ്യവിഭവം എന്നൊക്കെ പറയുന്നതും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു രാജ്യക്കാർ മാത്രം കൂടുതലായിട്ട് മത്സ്യത്തെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല അല്ലെ. അതൊരിക്കലും നമുക്ക് ഈക്വൽ ആയിട്ട് ആളുകൾക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വാലിറ്റി ഉണ്ടാക്കാതിരിക്കുന്ന ഒരു കാര്യമാണത്. പിന്നെ വരുന്നത് ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട് ഇവിടെ. The common pool resources are also called as common property, resource in which the term property refers to the build of rights such as rights of access, exclusion, extraction or sales of captured resources. The individuals, groups of individuals such as communities or even nations can possess the property rights. The international or global commons are the commons that do not fall within the jurisdiction of any one country. The difference between the international commons and global commons is that the international commons are resource domains which are shared by more than one nation, such as Mediterranean Sea, which is shared by different countries such as Spain, France, Italy, Greece, Turkey, Syria, Israel, Egypt, Malta, and many others. But the global commons are the resource domains to which all nations have legal access, like the
outer space, Buck stated that the distinction between the two is very important. The global commons have been defined as parts of the planet which fall outside the national jurisdiction of any country, which can be accessed by all the nations, and common pool resources have been extracted by governments and individuals as fast as possible. The four global commons that are the expansion of the trend are as follows: high seas and oceans, Antarctica, the atmosphere, the space. Okay. അപ്പോൾ ഗ്ലോബൽ കോമൺസും അതുപോലെ ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങൾ മാത്രം കൈവശം വെച്ച് അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില സ്രോതസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതിനെയാണ് ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില പ്രത്യേക സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ജലസ്രോതസ്സുകളായിരിക്കാം. അപ്പൊ ചില രാജ്യങ്ങൾ മാത്രമായിരിക്കും അതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒരു ഗ്ലോബൽ കോമൺസ് ആയിട്ട് നമുക്ക്, ഒരു ഇന്റർനാഷണൽ ഒരു കോമൺസ് ആയിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പൊതുവായിട്ടുള്ള അധികാരമുള്ള അല്ലെങ്കിൽ അവകാശമുള്ള ചില കാര്യങ്ങളെയാണ് നമ്മൾ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് സ്പേസ്, അന്റാർട്ടിക്കയിലൊക്കെ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ സ്പേസ് സെന്ററുകൾ അല്ലെങ്കിൽ എന്തോ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ അന്റാർട്ടിക്കയിലൊക്കെ തുടങ്ങുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും വേണമെങ്കിൽ അന്റാർട്ടിക്കയിൽ നമുക്ക് തുടങ്ങാനുള്ള അല്ലെങ്കിൽ അധികാരമുണ്ട് അതിന്റെ മേല്. അതുപോലെ തന്നെയാണ് സ്പേസിലും, അതുപോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിനും ഒക്കെ ഗ്ലോബൽ കോമൺസ് ആയിട്ടാണ് നമ്മൾ പറയാ. കാരണം എല്ലാ ആളുകൾക്കും തുല്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഉള്ള ഒരു എല്ലാ ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളാണ് ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറും സ്പേസും ഒക്കെ നമ്മൾ പറയാം. ഓക്കെ. അപ്പൊ ഗ്ലോബൽ കോമൺസും ഇന്റർനാഷണൽ കോമൺസും അറിയാം. ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ രാജ്യങ്ങൾ മാത്രം കൈവശം വയ്ക്കാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതിന് മാത്രം ആ രാജ്യങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളെയാണ് ഇത്തരത്തിൽ ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറയാം. ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കോണ്ടിനെന്റ്സിനും അധികാരമുള്ള, അവകാശമുള്ള, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ചില സ്പേസുകളെയാണ് ഇത്തരത്തില് ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയും അതേപോലെ സമുദ്രവും സീസും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ പ്രോബ്ലം ഓഫ് കോമൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. ക്ലൈമറ്റ് ചേഞ്ച് എല്ലാ രാജ്യത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ എല്ലാ പൊതുവായിട്ടുള്ള പ്രദേശങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു, അന്തരീക്ഷത്തെ ഒന്നും ഒരു രാജ്യത്തെ മാത്രം പിടിച്ചു നിർത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞു. അതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ത്യക്കാര് മാത്രം നന്നായി ഇവര് അമിതമായിട്ടുള്ള പൊല്യൂഷൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒത്തിരി പൊല്യൂട്ടഡ് ആക്കുന്ന അന്തരീക്ഷത്തെ ഒത്തിരി പൊല്യൂട്ടഡ് ആക്കുന്ന രാജ്യങ്ങൾ കാരണം ഇന്ത്യയിലും ഒരിക്കലും ഇത്തരത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടണമെന്നില്ല. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് തന്നെയാണ്. പിന്നെ അപ്പം ഫോളോയിങ് ആർ സം ഓഫ് ദ റീസൺസ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച് റീസൺസ് കുറച്ച് പറയുന്നുണ്ട്, അത് നോക്കാം. The atmosphere sink for greenhouse gases can be realized as a common pool resource, just like a fishery. The fisheries can be easily understood as commons, and atmosphere is the global common. The resource found in the atmosphere is clean air, which is not extracted and does not become contaminated as pollutions are added. No nation can be excluded from the access to the atmospheric or clean air absorptive capacity. The atmosphere is subtractable as one unit used by one user is not available of others. If carbon emissions are viewed as using up to of the carbon subportions capacity of the air, then one country emissions reduce the absorbing capacity available to other countries. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ വളരെ നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ വർധനവ് മൂലം ഈ അറ്റ്മോസ്ഫിയറിന് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ പുറന്തള്ളുന്നത് നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് ചൂടിനെ വലിച്ചാഗിരണം ചെയ്ത് അന്തരീക്ഷത്തിൽ തന്നെ നിലനിർത്തുന്നതിന് കാരണമാകും. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചൂട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും അത് ഓസോൺ പാളിയിലെ വിള്ളലിനും അതുപോലെ തന്നെ അന്തരീക്ഷ താപനില ഉയരുന്നതിനൊക്കെ കാരണമാവുകയും ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ താപനില കൂടുന്നത് ഈ ഒരു
അന്തരീക്ഷത്തിലെ പ്രത്യേകിച്ച് അന്റാർട്ടിക്കയിലെ ആർട്ടിക്കയിലൊക്കെ മഞ്ഞുരുകുന്നതിന് കാരണമാവുകയും ഇത് ജലനിരപ്പ് ഉയർത്തുകയൊക്കെ ചെയ്യും. ഇത് മൊത്തത്തിൽ അന്തരീക്ഷ മലിനീകരണത്തിനും അന്തരീക്ഷത്തിലെ ക്ലൈമറ്റ് ചേഞ്ചിനും ഒക്കെ കാരണമാവുകയും സമുദ്രജലനിരപ്പ് ഉയർത്തുന്നതിന് കാരണമാവുകയും അതുമൂലം ഒരുപാട് ഭൂമിയിലെ പ്രദേശങ്ങൾ ജലത്തിനടിയിലാവുന്നതിനും ഒക്കെ ഇത് കാരണമാകും. കാരണം എല്ലാ ആളുകളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ട്രാജഡി ഓഫ് കോമൺസ് ആൻഡ് കോമൺ ഹാർട്ടേജ് ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. The two main concepts of legal discourse on governing global commons are the tragedy of the commons and the common heritage of mankind. The focus of both the concerns is on sharing and preservation of common resources, but there are some differences. Tragedy of the commons എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. The biologist Great Hardian states that the human beings are descendants of thieves. This is the main reason for over exploitation of commons. He added that the uncontrolled shared resources is often unexploited because of the interest of individual users in order to maximize their short-term use. He also explained the case of destruction of common pastures as herdsmen have increased the cattle grazed on those. The example of population was stated by him where the rational man finds that his share of the cost of emissions into the commons in much less than the cost of purifying. അപ്പൊ ഈ ഒരു ട്രാജഡി ഓഫ് ദി കോമൺസ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ആളുകൾ നമ്മുടെ ഈ ഒരു പ്രകൃതിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. നമ്മളായെങ്കിലും അതുപോലെ തന്നെ രാജ്യങ്ങളാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെയും വളരെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. പിന്നെ കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആർവിത് Padro stated in common heritage of mankind about the idea that the natural resources belong to not only the present generations but even our future generations. Hence, we can neither be declined rights nor the responsibilities in using natural resources. He was more concerned about the enclosure of the seabed by technologically advanced states. He feared that the rich countries could exploit oil, gas, and minerals on the basis of oceanographic research, and the poor countries, which also have right to this common seed, will suffer as a result. അപ്പോൾ കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ വരുന്നത് ഗ്ലോബൽ ഗവൺമെന്റ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഗ്ലോബൽ ഗവൺമെന്റ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലും ഗവൺമെന്റിനെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പം നമ്മുടെ രാജ്യമാണെങ്കിൽ പോലും പല രീതിയിൽ ഈ ഒരു പരിസ്ഥിതി മലിനീകരണം തടയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ നടപടിക്രമങ്ങളിലൂടെ പതുക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള പരിസ്ഥിതി മലിനീകരണം അതുപോലെ തന്നെ വായു മലിനീകരണം ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇത് വലിയ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ. അപ്പൊ അതൊന്ന് നോക്കുന്നുണ്ട്. Two aspects that make the governance of climate change difficult as follows. Global commons are outside national jurisdiction of any country. The conservation of global commons and the sustainable use of resources contradict with the national sovereignty and regulation. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് we can therefore sum up that the governance of climate change is a complex issue which requires global cooperation for a sustainable future. The contribution of novel literature, Elinor Ostrom, is very important in that regard. പിന്നെ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ അനാലിസിസ് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ഫോർ ഗവൺമെന്റ്സ് ഓഫ് കോമൺസ് ആണ്. അതിൻ്റെ അകത്ത് the 8 design principles for sustainable small-scale common pool resources regimes suggested in the framework are a well-defined boundary for the user pool as the resource domain. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ ഈ കോമൺസിനെ, അതായത് കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് സമുദ്രം അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സമുദ്ര മലിനീകരണം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് കൂടുതൽ ഉപകാരപ്പെടും.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഫോർ ദ യൂസർ പൂൾ ആൻഡ് ദ റിസോഴ്സ് ഡൊമൈൻ. പിന്നെ കമ്പാറ്റബിൾ appropriate rules with the local conditions and with the provisions rules which regulate user inputs for resource maintenance. The operational rules are the operation rule and provision rule together. Collective choice arrangements make sure that the resource user take play a part of in the setting appropriation and provision rule. The appropriates or the agents take care of the monitoring part. The graduated sanctions are applied to appropriators who break the operational rules. The conflict resolution mechanisms are available, low cost and legitimate. The external authority or reorganize the rights to organized regimes. The next enterprises arranged institutions within local, regional and national jurisdictions for the common pool regions. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. പിന്നെ the 8 of the design principles are applicable to the analysis of global commons, but 5 of them are particularly relevant. അപ്പൊ അതൊന്ന് നോക്കുക. പർട്ടിക്കുലർ റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സും കൂടെ പറയുന്നുണ്ട്. ക്ലിയർലി ഡിഫൈൻഡ് ബൗണ്ടറീസ്, കമ്പ്യൂട്ടബിലിറ്റി ഓഫ് ഓപ്പറേഷണൽ റൂൾസ് ആൻഡ് ലോക്കൽ കണ്ടീഷൻസ്, മോണിറ്ററിംഗ്, ഗ്രാജുവേറ്റഡ് സെക്ഷൻസ്, നെസ്റ്റഡ് എന്റർപ്രൈസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചുരുക്കി വേണമെങ്കിൽ ഈ ഒരു ഗ്ലോബൽ കോമൺസിനെ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്ലോബൽ കോമൺസിന് പരസ്യ മലിനീകരണ പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് പറയുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുക. അതിനെ ചുരുക്കിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ കോമൺസ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാംസിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള പ്രദേശങ്ങളെയാണ്, അല്ലെങ്കിൽ സാധന സാമഗ്രികളാണ് നമ്മൾ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. അന്തരീക്ഷം, ബഹിരാകാശം, ഇതൊക്കെ വായു, അന്തരീക്ഷ വായു, ഇതൊക്കെ നമുക്ക് ഗ്ലോബൽ കോമൺസിൽ, അല്ലെങ്കിൽ സമുദ്രങ്ങൾ, ഇത് തന്നെ എല്ലാം ഗ്ലോബൽ കോമൺസിൽ ഉൾപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് വാട്ട് ഈസ് ദ ക്ലൈമറ്റ് ചേഞ്ച് എ പ്രോബ്ലം ഓഫ് ഗ്ലോബൽ കോമൺസ്. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ കോമൺസിന് പ്രശ്നമായി തീരുന്നത്, ഗ്ലോബൽ കോമൺസ് എങ്ങനെയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നത്, തുടങ്ങിയ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക, ഒന്ന് നോക്കി വെച്ചോളാം. അപ്പൊ അത്രയും കാര്യം. പിന്നെ ഈ ഒരു ഗ്ലോബൽ കോമൺസിന്റെ അന്തരീക്ഷ മലിനീകരണം കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്, ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളോടൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് 6th ചാപ്റ്റർ ആണ് കേട്ടോ വരുന്നത്. International Conventions on Sustainable Development. We have studied till now that the rapid growth rate of countries has resulted in critical damage to the environment, which is global common. In order to meet the goal of sustainable development, it is important that all the nations cooperate to meet the objective. The development countries and the less developed countries have contributed the leads this environmental damage. Therefore, it is important to have international conventions which include explore the effective solutions of economic growth, environmental protection and social equality. അപ്പോൾ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള, നമ്മൾ പറഞ്ഞു ഗ്ലോബൽ കോമൺസ് ആണെന്ന് പറഞ്ഞു അല്ലെ, പല സാധനങ്ങൾ, പ്രത്യേകിച്ച് സമുദ്രങ്ങളാണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമ്മൾ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഓരോ ഭൂഖണ്ഡങ്ങളിലെയും ആളുകൾ ചെയ്യുന്ന ചില മലിനീകരണ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ഗ്ലോബൽ കോമൺസിൽ ഉണ്ടാക്കുന്ന ചില മലിനീകരണ പ്രത്യാഘാതങ്ങള് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കാറുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും അതുപോലെ എല്ലാ കോണ്ടിനെന്റ്സിനെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൗമ ഉച്ചകോടി എന്ന് പറയുന്ന കുറച്ച് ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻസും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻസും ഒക്കെ നമ്മൾ ഇടയ്ക്ക് കൂടാറുണ്ട്. പരസ്യ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള തീരുമാനം ഒന്നിച്ച് പല രാജ്യങ്ങൾ തമ്മിൽ എടുക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഭൗമ ഉച്ചകോടിയൊക്കെ കൂടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു 6th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജേർണി ഓഫ് 2 decades പാരിയർ ടു ദ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഭൗമ ഉച്ചകോടി എന്നാണ് കേട്ടോ അർത്ഥം. The United Nations Conference on Human Environment, which was held in Stockholm in 1972, was the first conference about environmental concerns with the objective of the perspective of the environment of the benefits of all human beings across the globe. The conference resulted with the establishment of
United Nations Environmental Programs and was the leading global environmental authority for setting the global environmental agenda and advocating a global environment. There were many multilateral environmental agreements that took place in this conference. It was realized after a decade that no country was willing to give up on the resource-based economic growth that they were focused on, which lead to the serious issues like pollution, acid rain, deforestation and desertification and the destruction of ozone layer among others. അപ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ ഇടയിലുള്ള മലിനീകരണങ്ങൾ കാരണം നമ്മൾ മൊത്തത്തിൽ ഒരുപാട് അന്തരീക്ഷ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാണ് ഡീഫോറസ്റ്റേഷൻ കാരണവും, അതുപോലെ തന്നെ ഓസോൺ പാളിയിലെ വിള്ളല്, അതുപോലെ നമുക്ക് ജലത്തിന്റെ ദൗർലഭ്യം. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് അനുഭവിക്കുന്ന കുറച്ച് കാര്യമാണ്. ഭൂഗർഭ ജലമൊക്കെ ഇല്ലാതായും തീരുന്നതൊക്കെ എല്ലാ രാജ്യങ്ങളെയും സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ അന്തരീക്ഷ താപനില ഉയരുന്നതും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അപ്പം ഒരു രാജ്യത്തെ ഈ ഒരു മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കപ്പെടുകയും അവിടെ കെട്ടിടങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നത് ആ രാജ്യത്തെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഗ്ലോബൽ കോമൺസ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് കൊണ്ട് അർത്ഥമാക്കുകയും ഇന്റർനാഷണൽ കൺവെൻഷൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഭൂമിക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഭൂമിക്ക് മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം മാത്രം നല്ല രീതിയിൽ പോയാൽ മാത്രം നമുക്ക് ഒരു ഗുണവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെ എർത്ത് സമ്മിറ്റ് 1992 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. റിയോ സമ്മിറ്റ് ഓർ ദ റിയോ കോൺഫറൻസ്, മോസ്റ്റ് പോപ്പുലർ നോൺ ആസ് ദ എർത്ത് സമ്മിറ്റ് ആൻഡ് UNCED, took place in Rio de Janeiro, Brazil in 1992. The declaration and the action plans that took place in the summit were as follows. Rio Declaration on Environment and Development which was a political declaration of principles on environment and development. Agenda 21, which was a blueprint for implementing sustainable development. Statement of forest principles, which was a non-binding authoritative statement of principles. UN framework conventions on climate change, which was a multilateral theory. Convention on Biological Diversity, which was a multilateral treaty. ഇനി റിയോ ഡിക്ലറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് this declaration recognized the integral and interdependent nature of our planet Earth. These are 27 principles, the highlighted of which is as follows. The human being are the important element of sustainable development, who are entitled to a healthy and a productive life of harmony with the nature. The sustainable development and a higher quality of life for all people can be achieved when the state reduces the eliminating unsustainable patterns of production and consumption. It is important to give special priority to the needs of development countries, particularly the last developed and those most environmentally vulnerable. Environment impact assessment should be undertaken for any purposed activities. An important role is played by women in environmental management and development. The indigenous people and their communities and other local communities also play an important role in environmental management and development because of their knowledge and traditional practices. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിയോ ഡിക്ലറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പല രാജ്യങ്ങൾ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ പല രാജ്യങ്ങൾ കൂടി ചേർന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് നമ്മൾ പറയാം. അപ്പൊ ആ തീരുമാനങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ പാലിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ഉണ്ട്. ചില പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മണ്ണ് ദിനം, അതുപോലെ തന്നെ ജലദിനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ദിനങ്ങൾ ആചരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഈ കൺവെൻഷനുകളുടെ ഭാഗമായിട്ടാണ്. കാരണം ആ ഒരു ദിനത്തില് നമ്മൾ കൂടുതൽ ഈ ഒരു പരിസ്ഥിതിയെ പറ്റിയും മണ്ണിനെ പറ്റിയും ഒക്കെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഒരു ദിനമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു അവബോധം നൽകുകയും അവർ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദിനങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അജണ്ട 21 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. In Agenda 21 refers to the 21st century, which was a non-binding action plan of the United Nations or UN regarding sustainable development and was planned to be exhausted at a local, national, and global levels.
The government was made responsible for its successful implementation and national strategies. Plans, policies, and process were important to achieving this. The goals and issues were clubbed under four sections. Section 1 dealt with the issues like the social and economic dimensions, like combating poverty, changing consumption patterns, promoting health, achieving a more sustainable population, and sustainable settlement in decision making. The section second is dealt with the conservation and management of resources for development, like atmospheric protection, combating deforestation, protecting fragile environmental conservation of biological diversity, control of pollution, and the management of biotechnology and radioactive waste. The main objective of Section 3 was strengthening of the role of major groups, example, children and youth, women and non-governmental organizations, local authorities, business and industry and workers, and strengthening in role of indigenous people, their communities and farmers. The Section 4 dealt with the means of implementation, like scientific know-how, technology transfer, education, international institutions, and ഫിനാൻഷ്യൽ മെക്കാനിസംസ്. അപ്പോൾ ഈ ഒരു 21st അജണ്ട 21 എന്ന് പറയുന്നതിൽ നമ്മൾ 4 കോൺസെപ്റ്റ് അല്ലെങ്കിൽ 4 സെക്ഷൻസ് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സെക്ഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുകയാണ് നല്ലതാണെങ്കിൽ, ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് issues like the social and economic dimensions, like combating poverty, changing consumption patterns, for promoting health and achieving a more sustainable population and sustainable settlement in design making. അപ്പോൾ എല്ലാ ഇതും അജണ്ട 21 എന്ന് പറയുന്നതിൽ എല്ലാ രീതിയിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ നമ്മുടെ ഒരു ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. അജണ്ട 21 എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാജ്യങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു മുന്നിറക്കമായിരുന്നു ഈ അജണ്ട 21 എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ വരുന്നത് this action plan was non-legally binding authorities' statement of principles of a global conscious of the management, conservation, and sustainable development of all types of forests. The highlighting are as follows. First, forests are important for the economic development and the maintenance of all forms of life. Second, the forest principles is applicable to all types of forest. Third one, it is important that the forest resources and forest lands are sustainably managed to meet the social, economic, ecological, cultural, and spiritual needs of the present and future generations. അതുപോലെ തന്നെ sustainable measures are needed to safeguard the forest against harmful effects or airborne pollution, fires, pests, and diseases, etc., to maintain their multiple values. The national forest policies should understand the support the identity, culture, and the rights of indigenous people and forest dwellers, the promotion of the full participation of women in all the aspects of management, conservation, and sustainable development of forest, the integration of the forest, conservation, and sustainable development policies with the economic trade and other relevant policies. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് ഫോറസ്റ്റ് പ്രിൻസിപ്പിളിൽ നമുക്ക് ഫോറസ്റ്റുകളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള വനനശീകരണമൊന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഈ ഒരു ഫോറസ്റ്റ് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ആളുകൾ വനങ്ങളിലേക്ക് കയറുന്നതും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഫോറസ്റ്റ് പ്രിൻസിപ്പിളിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് 2 decades after the Earth Summit എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് there are many multilateral environmental agreements that have taken place since 1992, but even when the global environment has continued to suffer, there is loss of biodiversity and depletion in the flesh, stock and desertification in the air, water, and marine pollution has continued to take many lives. The globalization has led to many crucial problems like inter and intra-country income inequality, posing major
threat to global prosperity, security, and stability, there was an urgent need to act in a manner that will fundamentally change the lives to way of the poor in the world. The objective of the World Summit on Sustainable Development, also known as Rio Plus 10, was focusing on the importance of poverty education, changing consumption and production patterns, and safeguarding and managing the natural resources based on for ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു എല്ലാ കാര്യങ്ങളും തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 21st അജണ്ടയും അതുപോലെ എയർ സമ്മിറ്റ്സും എല്ലാം എല്ലാ രീതിയിലും പല രാജ്യങ്ങൾ നടത്തുന്ന ഈ ഒരു എയർ പൊല്യൂഷൻ ഒക്കെ നിർത്തുവാൻ വേണ്ടിയുള്ള ഓരോ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ 2 പതിറ്റാണ്ടായിട്ട് പോലും നമുക്ക് ചിലപ്പോൾ ഈ 2 പതിറ്റാണ്ട് മുമ്പ് 1992 മുതലേ ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ എർത്ത് സമ്മിറ്റിലൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇന്ന് നമ്മൾ ഒരുപാട് രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ആഫ്റ്റർ എഫക്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇനിയും അത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ എടുക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ എക്സ്പ്ലെയിൻ ദ റിലവൻസ് ഓഫ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് എർത്ത് സമ്മിറ്റ് ഒക്കെയാണ് നമ്മളെ നല്ല രീതിയിൽ ഈ ഒരു മലിനീകരണ പ്രശ്നങ്ങളൊന്നും കൂടുതൽ വഷളാവാതെ നമ്മളെ കൊണ്ടുപോകുന്നത് എർത്ത് സമ്മിറ്റ്സ് ഒക്കെ കാരണമാണ്. കാരണം ഓരോ രാജ്യങ്ങളും അവരുടെ ഇഷ്ടത്തിന് ഓരോരോ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മലിനീകരണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലിനീകരണ കാര്യങ്ങൾ ഇപ്പം മലിനീകരണം ഒക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഭൂമി ഇന്ന് കാണുന്ന രീതിയിൽ നിലനിൽക്കില്ല. പണ്ടേ അത് നശിച്ചു പോയാനെ. പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഈ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് വഷളായെങ്കിൽ പോലും ഈ അന്തരീക്ഷവും ഭൂമിയും ഒക്കെ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഇനിയും അത് വളരെ വളരെ ആഴത്തിൽ അത് തുടരണമെന്ന് തന്നെയാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി വരുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന്. ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ദ റിപ്പോർട്ട് ഓൺ അവർ കോമൺ ഫ്യൂച്ചർ. Our common future, also known as the Birdland Report from the United Nations World Commission on Environment and Development, was published in 1987. Its targets were multilateralism and independence of national and the research of the sustainable development path. The report sought to recapture the spirit of the Stockholm conferences, which had introduced environmental concerns to the formal political development sphere. Our common future placed environmental issues, family, or the political agenda aimed to discuss the environment and development as one single issues. Okay, അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരാനായിട്ട് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ നല്ല രീതിയിൽ അതിനുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അല്ലേ. നമുക്ക് പരിസ്ഥിതി മലിനീകരണവും വായു മലിനീകരണവും ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ ജലദൗർലഭ്യമൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇനിയും അത് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ റൈറ്റ് ആൻഡ് നോട്ട് ഓൺ അജണ്ട 21 എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം പരിസ്ഥിതി മലിനീകരണത്തെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കയ്യൊപ്പിനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. In interrelationship among development, sustainability and climate change, case for differentiate responsibilities എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് 7th ചാപ്റ്റർ ആണ് കേട്ടോ. ഡെവലപ്മെന്റും സസ്റ്റൈനബിലിറ്റിയും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലൊക്കെയുള്ള ഒരു ബന്ധം എന്താണ്, അതുപോലെ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റും സസ്റ്റൈനബിലിറ്റിയും ക്ലൈമറ്റ് ചേഞ്ചും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് there are many components of development are hence defined as most impossible. It can be defined in terms of goals and proceeds in terms of economic, in terms of goals and process and economic and human development, and in terms of sustainability. Development refers to meaning the
Basic indeed, reducing poverty, inequality, and unemployment, living standards improving, access to education, increasing life expense, and expanding economic and social choices. Development also refers to the transformation of the society that includes a complex of economic, social, political, and culture change. Development is related to the sustained and irreversible economic growth. Development cannot be only related to the economic growth, rather, it is about increasing the equality of life of human beings and not necessarily increasing gross national products of GNP. The process of development includes the recognition of the entitled institutional, social, and administrative structures as well as in popular attitudes and even customs and beliefs. The economic growth can be called as one of the important means of development. The development results in the increasing and widening and availability and distribution of basic life sustaining goods. Some of the core values of development are sustenance, self-esteem, and freedom. These are the indicators which are used in measuring development. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വികസനമാണെന്ന് നമുക്കറിയാം. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ ഉന്നതമായ നിലയിൽ എത്തിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാരണമാണ് നമ്മുടെ ഇന്ത്യ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മലിനീകരണ പ്രശ്നത്തിലേക്ക് പോയതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് അറിയാവുന്ന പോലെ ചില വൻശക്തികൾ, പ്രത്യേകിച്ച് വ്യവസായശാലകളൊക്കെ തുടങ്ങിയ വൻശക്തികൾ അമിതമായിട്ട് ഭൂമിയെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ ഇന്ത്യയെ ചൂഷണം ചെയ്യാനും അമിതമായിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് വ്യവസായശാലകൾ തുടങ്ങാനും അമിതമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് അവരവരുടെ വ്യവസായശാലകളുടെ അസംസ്കൃത വസ്തുക്കളാക്കാനൊക്കെ തുടങ്ങിയത് കാരണം ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഇന്ത്യക്കുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് കരകയറാൻ ഇന്ത്യ കുറച്ചുകൂടെ ബുദ്ധിമുട്ടലായി. ഒരുപാട് വ്യവസായശാലകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ഒരുപാട് നഗരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും അവികസിത രാഷ്ട്രം അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാത്രം മാറാനേ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികസനം സസ്റ്റൈനബിലിറ്റി കൂടെ അടിസ്ഥാനപ്പെടുത്തി വേണം നിലനിൽക്കാൻ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്നും നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് വികസനം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും വേണം, നമ്മുടെ ഭാവി തലമുറയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സ്രോതസ്സും കൂടെ നമ്മൾ കരുതി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. The concept of sustainability come into existence with the modern environmental movement and refers to the long-term validity of the system and the community and a set of social institutions or social practices. In this chapter, the term sustainability is used in the context of the quality of human environmental system. The process requires a quantitative evolution, which means to quantify of measures and levels of quality of a system. There are many indicators and indicates which are uses in the process of measurement, and the term sustainability is related to the quality of the system and concerns itself with the content integrations of environmental and human aspects. In the concept of the development is not based on the principles of sustainable development, which then the ability to develop environmental system is sustainable will be affected. Hence, sustainable development is the key to achieve sustainability. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സുസ്ഥിരതയാണെന്ന് നമുക്കറിയാം അല്ലെ. സുസ്ഥിരമായ വികസനം, അതായത് എന്നും നിലനിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നമുക്കും ആവശ്യമായിട്ടുള്ള രീതിയിൽ സ്രോതസ്സുകൾ വേണം, നമ്മുടെ ഭാവി തലമുറയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള സ്രോതസ്സുകൾ വേണം. ആ രീതിയിൽ മാത്രം ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വികസനം കൊണ്ടുപോകാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സസ്റ്റൈനബിലിറ്റി എപ്പോഴും സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ നമ്മൾ നിലനിൽക്കാനും വികസനം നിലനിൽക്കാനും ആ വികസനം നിലനിർത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പൊ അതിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയും ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റിയും സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് 3 സബ് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതാണ് പറയുന്നത്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഒന്നാണ്. Refers to the ability to environmental resources of support and activity or set of activities. Economic sustainability എന്ന് പറയുന്നത് refers to the ability of an activity or set of activities to attain economic benefits greater than economic cost. Social sustainability എന്ന് പറയുന്നത് refers to the ability to of social structures and or behaviors or to support an active without being undermined by it. ഇപ്പോൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയും ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റിയും അതുപോലെ തന്നെ
എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയും നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കണം. ഈ 3 കോൺസെപ്റ്റുകളിൽ നിന്നാണ് സസ്റ്റൈനബിലിറ്റി എന്ന ആശയം വികാസം പ്രാപിക്കുന്നത്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കിയാൽ മതി. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കാലാവസ്ഥയിലെ വ്യതിയാനമാണ്. One of the important concepts of humankind is the changes in the Earth's climate, which is major global changes. These are sharp upward trend of global annual mean temperature because of the human activities. Climate change can be defined as a local, regional, or large scale change in the long-term average regime of temperature, participation, critical and related variables, characteristics and climate. This rise in temperature is a serious issue for the whole world. Over the years, with the economic development, there is huge growth in the consumption of fossil fuels, with more and more coal, oil, and natural gas being burned by factories and electric power plants, motor vehicles, and households. This has led to the emission of huge carbon dioxide, which is the source of greenhouse gases, which can trap the infrared radiations from the Earth within its atmosphere and create global warming. Okay. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് മഴ പെയ്യുന്ന സമയങ്ങളിൽ വെയിലും കഠിനമായ ചൂടും, വളരെ ചൂട് കാലങ്ങളിൽ അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ കൊടിയ മഴയും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ കാലാവസ്ഥ മാറുന്നത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട്. അത് നമ്മുടെ വിളവുകൾ നാശം ഉണ്ടാകുന്നതിന് കാരണമാകും. കാരണം ഓരോ വിളയ്ക്കും ഓരോ സമയമുണ്ട് അല്ലെ. ചില വേനൽക്കാലങ്ങളിൽ നടുന്ന വിളകളുണ്ട്, പച്ചക്കറികളൊക്കെ ഉണ്ട്. മഴക്കാലത്ത് നമ്മൾ നടുന്ന വിഭവങ്ങളുണ്ടാവും, നാണ്യവിളകളുണ്ട്. അപ്പൊ ഈ വിളവുകളുടെ എല്ലാം വിളവ് കുറയുന്നതിന് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ വേനലും ഒക്കെ കാരണമാകും. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. പിന്നെ the main impacts of climate change are as follows എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. The rise is the local average temperature and extremes both land and water. The variations in the rainfall pattern. The rise is the frequency and in the intensity of large storms and tropical cyclones. അതുപോലെ തന്നെ the rise in the evacuation losses from the plants and water surface. The rise in the melting of the garlics and other ice bodies in term, leading to the rise in the sea level and ocean accidents and several droughts and floods. Growth in the damage from high winds in storms, disturbance in the crop calendars with different peasants, diseases and water requirements, growing heat waves and spread of disease of new areas, the rise in the water demanded, the reduced water availability. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ആസിഡ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ആസിഡ് എന്ന് പറയുന്ന ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള രാസ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അന്തരീക്ഷ വായു മുകളിലേക്ക് മുകളിലേക്ക് പോയി അത് തണുത്ത് മേഘങ്ങളായിട്ട് മാറുകയും അത് പിന്നീട് മഴ പെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലെ ആ ഒരു രാസവസ്തുക്കളൊക്കെ പിന്നീട് മഴയിലൂടെ നമ്മുടെ താഴേക്ക് പതിക്കുകയും അത് നമ്മുടെ ശരീരത്തൊക്കെ പതിച്ചാൽ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വിളകൾക്കൊക്കെ വലിയ രീതിയിലുള്ള മോശം അല്ലെങ്കിൽ വിളവ് നശിപ്പിക്കുകയും നമ്മുടെ ചെടികൾക്കൊക്കെ ഹാനികരമാവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഹാനികരമായ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. The global environmental crisis has made by countries understand the need for closer cooperation among states and increasing interdependence on the governments. The scope is global, which is affected the whole of the population of the world and also the natural resources. These environmental problems are characterized by considerable degree of scientific uncentralized and their causes, impact, feedback, and the interrelationship among complex natural and social parameters. The focus of the nation globally is of dealing with the environmental problems which are governed by the principles of common but differentiated responsibilities. അപ്പോൾ നമ്മുടെ ഈ ഒരു അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡം മാത്രമോ പരിശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണം കുറയുകയോ ഗ്ലോബൽ കോമൺസിന് ഹാനികരമാവുന്ന കാര്യങ്ങളൊന്നും ഇല്ല
ഇല്ലാതാവുകയോ ഒന്നും ചെയ്യില്ല. അതിന് എല്ലാ രാജ്യങ്ങളും എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റി എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കോണ്ടിനെന്റ്സിനും ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. In interrelationship among development, sustainability and climate change എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് there are many linkages between the concepts of development, sustainability and climate change. The global warming is preventing the sustainable development in many countries and challenges and present in the improving upon the environmental performance and meeting the social aspirations. In order to meet the problem of climate change, it is important to integrate the development concerns and climate change and to meet the component demands and reducing vulnerability to climate change. The societies will need to balance producing more from their natural resources while protecting these resources. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റും അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം തേടുന്ന് പഠിച്ചിരിക്കുക. സസ്റ്റൈനബിലിറ്റി നമുക്ക് വേണം, വികസനവും നമുക്ക് ആവശ്യമാണ് അല്ലെ. ഡെവലപ്മെന്റ് ഉണ്ടാവണം, പക്ഷെ സസ്റ്റൈനബിലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇന്നത്തെ വിഭവങ്ങളെല്ലാം അമിതമായിട്ട് ചൂഷണം ചെയ്ത ഇന്നത്തെ ആളുകൾ പണക്കാരായിട്ട് വല്ല കാര്യവുമുണ്ടോ? നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ജീവിക്കാനും കൂടെ നമ്മൾ എന്തെങ്കിലും കരുതി വെച്ചാൽ മാത്രമേ നല്ലൊരു ഇന്ത്യയെ പടുത്തുയർത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അപ്പാടെ നശിച്ചു പോകാനായിട്ടുള്ള ഇടയുണ്ട്. അപ്പോൾ പൗരബോധമുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മൾ നല്ല രീതിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഇന്ത്യയുടെ സമ്പദ് സമൃദ്ധിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ. ഇനി ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് മൂലം എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാറുണ്ടെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്ലാന്റ്സിന്റെയും വെതറിന്റെയും അതുപോലെ തന്നെ ബിസിനസ്സും സീ ലെവലും ഓഷ്യൻ ആക്സിഡിഫിക്കേഷനും ഒക്കെ കൂടാനും ഒക്കെ അതിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകാറുണ്ട്. ജലനിരപ്പ് ഉയരുന്നതിനൊക്കെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണമാകാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെല്ലാം ഒന്ന് അടിവരയിട്ട് ഒന്ന് നോക്കിയിട്ട് അതും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്, നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. സൂര്യാഘാതം മൂലം ഒരുപാട് ആളുകൾ മരിച്ചതൊക്കെ നമ്മൾ കേട്ടിരിക്കും അല്ലെ. പണ്ട് സൂര്യാഘാതം മുതൽ ഒരുപാട് ആളുകൾ മരണമടഞ്ഞു എന്നൊക്കെ ഒരിടത്ത് ഭയങ്കര വാർത്തയായിരുന്നു. തളർന്നു വീണതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലൈമറ്റ് ഇത്രയും അധികം ചൂടൊന്നും നമ്മുടെ അടുത്ത കാലത്ത് ഈ പണ്ടൊന്നും ഇത്രയും ചൂടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. നമ്മളെല്ലാം പുറത്തിറങ്ങുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് അല്ലെ. അപ്പൊ അതൊന്നും ഓർത്തിരിക്കാം. പിന്നെ വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഫുഡ് സെക്യൂരിറ്റി തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം നമുക്ക് സുസ്ഥിരമായ ഒരു വികസനം വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവണം. അപ്പൊ ആ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെല്ലാം നമ്മൾ ആ ഒരു 8th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം വളരെ വിശദമായിട്ട്. ഇതുവരെ പഠിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഒന്ന് പറയാമോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. 5, 6, 7 ചാപ്റ്റേഴ്സ് കേട്ടോ. 8ാമത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.